ഷുഗർ കട്ട് ചെയ്തവർക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോഴേ ഇതുണ്ടായി കഴിച്ചു, ഒരു കുഴപ്പമില്ല. വിജയദശമിയൊക്കെ അല്ലേ, അപ്പം നമുക്ക് കുറച്ച് മധുരമായല്ലോ. ഇന്ന് നമ്മൾ കുറച്ച് ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ച് മധുരം ഉണ്ടാക്കി കഴിക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മില്ലറ്റ് വെച്ചിട്ട് ഖീറാണ് ഉണ്ടാക്കുന്നത്. ഖീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പായസമാണോ ചോദിച്ചാൽ പായസമാണ്. പായസമല്ലെന്ന് ചോദിച്ചാലോ ഞാൻ അതൊരിക്കലും പായസമല്ലെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരു സാധനം കേട്ടോ. പായസത്തിൻ്റെ ഒരു സഹോദരനായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ സംഭവം ഭയങ്കര രസമാണ് കഴിക്കാൻ. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡയറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ 1/2 കപ്പ് മില്ലറ്റ്സ് 1/4 വേവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. എന്നിട്ട് അത് പാലിനകത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ കുക്ക് ചെയ്യും കേട്ടോ. പാലിനകത്ത് കിടന്ന് പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടില്ലേ, അതപ്പോൾ നന്നായിട്ടൊന്ന് വേവും. എന്നിട്ട് അതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് നമ്മൾ ചെറു ചൂട് പാലിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് പാലോടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ബദാമില്ലേ, ബദാം പൊടിച്ചതും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല കുറുക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇടുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബദാമില്ലേ അതും ഇട്ടെടുക്കുക കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റ് കഴിക്കാനായിട്ട്. ഇത് കേട്ടോ തണുപ്പിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ നല്ല. പിന്നെ ഇത് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ഇതിപ്പോൾ ചൂടോട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടിരിക്കുന്നത്, ഇത് കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ എല്ലാവരും രസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.